നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സാറ എന്ന് പറഞ്ഞ കമ്പനിയുടെ വൈബ്രൻറ്റ് ലെതർ എന്ന് പറഞ്ഞ പെർഫ്യൂമിൻ്റെ ഒരു റിവ്യൂമായിട്ടാണ്. ഇത് അറിയപ്പെടുന്നത് ക്രീഡ് എവൻറ്റസിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനായിട്ടാണ് സാറയുടെ വൈബ്രൻറ്റ് ലെതർ എന്ന് പറഞ്ഞ പെർഫ്യൂം അറിയപ്പെടുന്നത്. ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് 1 month ആയിട്ടുണ്ട്. ഈ പെർഫ്യൂമിനെ പറ്റി പറയുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് വളരെ വീക്കായ ഒരു പെർഫ്യൂമാണ്. ഞാൻ ഇത് ആർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 to 2 hours മാത്രമേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതുവരെ നമുക്ക് കിട്ടത്തില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ ഇവിടുന്ന് 50 ml വാങ്ങിച്ചത് 99 dirhamsനാണ്. 100 ml വരുന്നത് 199 ആണ്. പെർഫോമൻസ് വളരെ വീക്കായ ഒരു പെർഫ്യൂമാണ്. പിന്നെ നിങ്ങൾക്കൊരു പെർഫ്യൂം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. പെർഫോമൻസ് തീരെ പ്രതീക്ഷിച്ച് വാങ്ങിക്കണ്ട. ഇത് DNA ഏകദേശം ക്രീഡ് എവൻറ്റസുമായിട്ട് വളരെ ഒരു സാദൃശ്യമുണ്ട്. നന്നായൊരു സിട്രസി നോട്ടാണ് നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കിട്ടുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അർമാഫിൻ്റെ ക്ലബ് ഡിനോയിറ്റ് ഇൻറ്റൻസ് ഇല്ലേ, അത് യൂസ് ചെയ്തൊരു ഫീലിംഗ് തന്നെയാണ് നിങ്ങൾക്കിത് ഫസ്റ്റ് സ്പ്രേ ചെയ്ത് സ്നിഫ് ചെയ്താൽ കിട്ടുന്ന ഒരു ഫീലിംഗ്. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്തെന്നുള്ളൊരു ഫീലിങ്ങേ കിട്ടത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഈ പെർഫ്യൂം യൂസ് ചെയ്തില്ലെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നതാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കൂടുതൽ പെർഫ്യൂമിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതാണ്.